ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ പണം തിരിച്ചു കിട്ടാൻ ഞാൻ ഇനി എന്ത് വഴിയാ സ്വീകരിക്കേണ്ടത്? വിനാശകാലേ വിപരീത ബുദ്ധി എന്നാണല്ലോ പറയുന്നത്. കുരുതിയോളം വരുന്ന പൂജയും വേറെ ഇല്ല. അത് മനുഷ്യക്കുരുതിയാവുമ്പോ വീര്യം കൂടുകയും ചെയ്യും. എല്ലാവരും ഇരിക്കും. അല്ല, ഞങ്ങളിവിടെ നിന്നോളാം. ഇരിക്കൂ. നിങ്ങളെ പോലുള്ളവര് വരുമ്പോ ഇരിക്കാനായി കസേരയൊക്കെ ഇവിടെ ഇട്ടിരിക്കുന്നത്. കമല ഇരിക്കേ. വേണ്ട, ഞാൻ ഇവിടെ നിന്നോളാം. ശരി, ഇനി പറയൂ, എന്താ ഈ വരവിന്റെ ഉദ്ദേശം? അത് പിന്നെ ഏട്ടത്തി അമ്മേ. അയ്യോ സോറി. അതായത് ഓട്ടോ സ്റ്റാൻഡിലെ തൊഴിലാളികൾ താമസിക്കുന്ന ഒരു കോളനി ഉണ്ട്. അവിടെ SSLC പരീക്ഷ എഴുതിയതിൽ ആ കോളനിയിലെ ഒരു കുട്ടിക്ക് ആദ്യമായിട്ട് ഫുൾ A+ കിട്ടി. 1-2 കുട്ടികൾ നല്ല മാർക്കോടെ പാസ്സായിട്ടുണ്ട്. ഞങ്ങളപ്പോ അവർക്കൊരു പ്രോത്സാഹനം എന്ന നിലയില് അവരെ ആദരിക്കാൻ തീരുമാനിച്ചു. വളരെ നല്ല കാര്യം. അതിനി പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് വലിയൊരു പ്രചോദനം കൂടിയാവും. അപ്പൊ കളക്ടർ മാഡം ഒന്ന് വന്നു നിന്ന് ആ കുട്ടികളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം. ഓരോ സമ്മാനം കൂടെ കൊടുക്കണം എന്നാ ഇവര് പറയുന്നേ. ഈ സാർ എന്തോന്നും മിണ്ടാതിരിക്കുന്നത്? ഞാനെപ്പോഴും പറഞ്ഞ മേഡത്തിന് തിരക്കായിരിക്കും, ബുദ്ധിമുട്ടിക്കേണ്ടതാണ്. ഇവര് കേക്കണ്ടേ? തിരക്കും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ട്. കളക്ടറേറ്റ് അല്ലേ, പിടിപ്പത് പണിയും ഉണ്ട്. പിന്നെ 1-2 മറ്റു പരിപാടികളും. അതൊക്കെ മാറ്റി വെച്ചിട്ട് എനിക്കിപ്പോ വരാനും പറ്റില്ലല്ലോ. പക്ഷേ ഈ ചടങ്ങിന് ഞാൻ വരും. ഞാൻ മാത്രമല്ല, എന്റെ കുടുംബവും. ഔദ്യോഗിക വാഹനത്തിലല്ല, ഞങ്ങളുടെ സ്വന്തം ഓട്ടോശ്രീയിൽ. പഠിക്കുന്ന കുട്ടികൾക്ക് പ്രചോദനവും പ്രോത്സാഹനവും മാത്രമല്ല, തുടർന്ന് പഠിക്കാനുള്ള ആവേശവുമായി കൂടെ ഉണ്ടാവണം നിങ്ങളെപ്പോലുള്ളവര്. അതിന് സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങളെപ്പോലുള്ളവർ വരണം. അത് വന്നിരിക്കും. ധൈര്യമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോട്ടെ. അപ്പൊ എന്നാ പിന്നെ ഞങ്ങൾ കാര്യങ്ങൾ അറിയിക്കാം. ശരി മാഡം. ആ ഒന്ന് നിന്ന്. ഓ അതെ, അവർക്ക് എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാൻ കാണും. നമ്മളതിനെ വെറുതെ കട്ടുറുമ്പ. അങ്ങനെ ആവട്ടെ. അതെന്താ? ഓട്ടോക്കൂലിയുടെ ബാക്കി വാങ്ങിച്ചുകൊണ്ടാണോ മുഖത്ത് വല്ലാത്തൊരു ഗൗരവം? അഭിനയല്ലേ, കളക്ടറുടെ ഭർത്താവായിട്ടുള്ള അഭിനയം. ഇങ്ങനെയായിട്ട് ചുമ്മാ വാടകയെടുത്ത്. എന്തായാലും കൊള്ളാം. താങ്ക്സ്. ഇത്രയും മനോഹരമായിട്ട് എന്റെ കൂട്ടുകാരെ ഡീൽ ചെയ്തേനെ. വലിയൊരു പ്രശ്നമുണ്ട്, അത്യാവശ്യമാണെന്നൊക്കെ പറഞ്ഞപ്പോ ഞാനങ്ങ് പലതും ചിന്തിച്ചു. എന്താ പ്രശ്നം? എന്താ ചിറ്റപ്പ എന്നെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞ എന്തിനാ? എന്റെ മോളെ ഇയാളാണ് എന്റെ ജോലി ചെയ്യാൻ സമ്മതിക്കുന്നില്ല. ചെറിയ പിള്ളേര് പെൻസിലിനും കട്ടറിനും വേണ്ടി വാശി പിടിച്ച് കരയുന്ന പോലെ പിന്നാലെ പരിവം പറഞ്ഞു നടക്കാന്നേ. പിന്നെ നടക്കാതെ കാശ് പോയി കിടക്കുന്ന നിങ്ങളുടെ ആരുടെ അല്ല, എന്റെയാ.
അത് ഒന്നും രണ്ടും അല്ല, 15 കോടിയാ. എനിക്ക് അതിലൊരു തീരുമാനം ഉണ്ടാവണം. എടോ അപ്പൊ ഇതിനായി ഞങ്ങൾ ഉപയോഗിച്ച ഞങ്ങളുടെ ബ്രെയിൻ വർക്കിന് യാതൊരു വിലയുമില്ലേ? അതീ പറഞ്ഞു കൂടിയൊക്കെ വലുതാണോ? ദേ, നിങ്ങൾ ഈ മുട്ടാപ്പോക്ക് വർത്തമാനം ഇനി എന്റെ അടുത്ത് പറയരുത്. ഹ. അല്ല പിന്നെ ചോദിച്ചപ്പോഴേ പുളിങ്കുരു പോലെ ഞാൻ പണമെടുത്ത് എറിഞ്ഞത്. എന്തായാലും എറിഞ്ഞു. ഇനി അത് സാവധാനത്തിൽ പെറുക്കിയെടുക്കാനുള്ള ഒരു സാവകാശം കൂടി താ. എന്നാലല്ലേ മുതിരും പതിരും തിരിഞ്ഞ് അതൊന്ന് തിരിച്ചടുക്കി പെറുക്കി എടുക്കാൻ പറ്റും. അകത്ത് കയറിയിരുന്ന് പെറുക്കിയെടുക്കുന്നതിൽ വിരോധമൊന്നുമില്ലല്ലോ. ഒരു വിരോധവും ഇല്ല. എനിക്കെന്റെ പണം കിട്ടിയാ മതി. ദേ, നിങ്ങൾ രണ്ടുപേരും അറിയാൻ വേണ്ടി പറയുക, ആ രോഹിത് എന്ന് പറയുന്നവന്റെ കൈയും കാലും തല്ലിയൊടിച്ച് അവന്റെ കയ്യിൽ നിന്ന് ആ പ്രമാണം എഴുതി വാങ്ങിക്കാതെ എനിക്ക് ഉറക്കം വരികയില്ല. ഹ്, അത് എന്റെ കയ്യിൽ കിട്ടുന്നവരെ നിങ്ങൾ രണ്ടുപേരും ഞാൻ ഉറക്കുകയില്ല. കാരണമേ എന്റെ കാശിന് എനിക്ക് ദണ്ണമുണ്ട്. കേട്ടില്ലടി, മലേഷ്യയിൽ കോടികൾ കൊണ്ട് അമ്മാനെ പണിത വലിയ ബിസിനസ് മാഗ്നറ്റ് ആണ്. ഒരു 15 കോടിക്ക് വേണ്ടിട്ട് ഇരുന്ന് കരയുന്ന കാണുമ്പോ എനിക്ക് സങ്കടം തോന്നുവാണോ? എടോ ഞാനാണെങ്കിലേ പോട്ട് പുല്ലെന്ന് പറഞ്ഞ് കളഞ്ഞിട്ട് പോയനെ. അത് എത്ര കോടിയാണെങ്കിലും അഭിമാനം അടിയറ വെച്ചുള്ള ഒരു പരിപാടിക്കും ഈ ചന്ദ്രബോസിനെ കിട്ടില്ലടോ. എനിക്ക് ഇച്ചിരി അഭിമാന കുറവുണ്ട്. അതൊരു കുറച്ചിലായി എനിക്ക് തോന്നുന്നില്ല. അതെ, നിങ്ങൾ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യത്തിന് വെറുതെ സംസാരിച്ച് മുഷിച്ചിലുണ്ടാക്കിയിട്ട് കാര്യമില്ല. എത്രയും പെട്ടെന്ന് അവന്റെ കയ്യിൽ നിന്ന് അത് എഴുതി വാങ്ങിക്കാനുള്ള വഴി നോക്കണം. അത് ഏത് രീതിയിലാണോ ആ രീതിയിൽ. ഞാൻ പറഞ്ഞതിന്റെ പൊരുള് രണ്ടുപേർക്കും മനസ്സിലായി കാണുന്നു തോന്നുന്നു. എന്തായാലും സ്വന്തം മനസ്സുകൊണ്ട് അവരതിന് തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവ ശ്രീകൃഷ്ണന് ബുദ്ധനൊന്നും അല്ലല്ലോ, പക്കാ ക്രിമിനലാ. പുറമേ കാണുന്ന മുഖമൊന്നുമല്ല അവനുള്ളത്. അപ്പൊ നോക്കിയും കെട്ടും കാര്യങ്ങൾ നീക്കില്ലെങ്കിലേ മുതൽ അവന്റെ ഇരിക്കും. കാര്യം പപ്പി അവന്റെ കൊച്ചല്ലാന്ന് 1000 വട്ടം അവൻ പറയുമെങ്കിലും അവനെ അച്ഛാന്ന് ആദ്യം വിളിച്ചത് അവളാ. ആ ഒരു സോഫ്റ്റ് കോർണർ അവന്റെ ഉള്ളിൽ എവിടെയോ കിടപ്പുണ്ട്. നമുക്കതൊന്ന് ഉയർത്തിക്കൊണ്ടുവരണം. എന്നിട്ട് അവളെ വെച്ച് വില പറയിക്കണം. അതിലേ അവൻ വീഴും. പപ്പിയെങ്കിൽ പപ്പി. ഇനിയിപ്പൊ പപ്പിയെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ ഏതെങ്കിലും പപ്പനെ ഇറക്കണം. ഇത്രയും പോയി കിടക്കുന്ന എനിക്ക് അവന് വേണ്ടി ഒരു ആരാച്ചാരം ഏർപ്പാടാക്കാൻ എന്നെ കൊണ്ട് പറ്റൂലേ? പണ്ടത്തന്നെ പറയാറോ? എടോ അവനെ ഇപ്പൊ കൊന്നു കഴിഞ്ഞാണല്ലോ തന്റെ 15 കോടിയുടെ മുതല് അവന്റെ ഭാര്യയുടെ അണ്ണാക്കിലോട്ട് പോകും, താൻ ജയിലിലോട്ടും പോകും. അതുകൊണ്ട് നേട്ടം ആർക്കാടോ? ഈ പറഞ്ഞ ശ്യാമയ്ക്കും പപ്പിക്കും തന്നെ. എന്റെ സതീർത്ഥരെ, നിങ്ങൾ തന്നെ പറ, ഞാനിനി എന്ത് ചെയ്യണം? എന്റെ പണം തിരിച്ചു കിട്ടാൻ ഞാനിനി എന്ത് വഴിയാ സ്വീകരിക്കേണ്ടത്? വിനാശകാലേ വിപരീത ബുദ്ധി എന്നാണല്ലോ പറയുന്നത്. കുരുതിയോളം വരുന്ന പൂജയും വേറെ ഇല്ല. അത് മനുഷ്യക്കുരുതിയാവുമ്പോ വീര്യം കൂടുകയും ചെയ്യും. പപ്പിയുടെ പേരിൽ നമ്മൾ ഒരു ഗുരുതി പുഷ്പാഞ്ജലി കഴിക്കുന്നു. രക്തം കൊണ്ടുള്ള ഗുരുതി.